എന്റെ ഫാദർ ഈ ബെഡിൽ കിടക്കുകയാണ്. കയ്യില് ഇവിടെ ചെറിയ വേദനയുണ്ട്. അതിന് നമ്മുടെ ഈ ഹാൻഡ് കയ്യിൽ കെട്ടുന്ന ബാൻഡ് അത് കെട്ടിക്കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. അവിടെ സന്തോഷത്തോടെ കൊണ്ടിരിക്കുന്നു. ഇത് എന്റെ മമ്മിക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒറ്റ കാര്യം പറയാണ്ട്, മുട്ടിന് വേദന, കാലിന് വേദന, തുടയിൽ വേദന, ഇവിടെ മൊത്തം വേദനയാ പറയുന്നത്. ഇന്ന് കൃത്യസമയത്ത് എഴുന്നേറ്റ് നല്ലവണ്ണം ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമുണ്ട്, രാത്രി ഓരോ മണിക്കൂർ ഇടവിട്ട് ബാത്റൂമിലോട്ട് പോകും, യൂറിൻ പാസ് ചെയ്യാൻ പോകും. ഓരോ മണിക്കൂർ ഇടവിട്ട്. ഞാൻ മമ്മി ഉറങ്ങുന്നില്ലേ? മമ്മി ഇന്നലെ ഒറ്റ പ്രാവശ്യം പോലും ഉറങ്ങില്ല. ഇത് എക്സാഗ്രേറ്റ് ചെയ്ത് പറയാം. ഇനി മേ ബി ഇനിയിപ്പോ തുടർച്ചയായിട്ട് 5-6 ദിവസം കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഇനിയും ഇത് ഒബ്സർവ് ചെയ്യും. എന്റെ ഒരു കൂട്ടുകാരന് മേടിച്ചു കൊടുത്തു. എന്റെ തൊട്ടപ്പുറത്ത് എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകനുണ്ട്. അദ്ദേഹത്തോട് ഞാനിത് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു 2 ദിവസം എന്റെ അപ്പൻ ഉപയോഗിച്ചതിന് ശേഷം ഞാൻ പറയാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇറ്റ് വിൽ ബി എ മിറക്കിൾ. സാധാരണ ചോദിക്കും, അച്ഛൻ എന്താണ് ഈ മെത്തക്കച്ചവടത്തിൽ കാര്യമെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു, അച്ഛന് മെത്തക്കച്ചവടം നടത്താൻ കൊള്ളാമോ എന്ന് ചോദിച്ചു. ഇതൊരു മെത്തക്കച്ചവടമല്ല, സത്യത്തിൽ ഇതൊരു സുവിശേഷമാണ്. ഇതൊരു സുവിശേഷമാണ്. ഞാൻ ഇവിടെ നിന്ന് സുവിശേഷത്തെ കുറിച്ച് പറയും. ഒത്തിരി പേര് ക്രിസ്ത്യാനികളല്ലാത്തവരും ഉണ്ടായിരിക്കാൻ ശ്രമിക്കുക. ഇവിടെ നിന്ന് ഞാൻ നിങ്ങൾക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നതിനേക്കാൾ ഇഫക്റ്റീവ് ഞാൻ വിചാരിക്കുന്നു ഇതിലത്തെ ഒരു സാധനം കൊണ്ടുവന്നിട്ട് നിങ്ങൾ സൗഖ്യമാകൂ എന്ന് പറയുന്നതായിരിക്കും എന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. മീനിങ് ഫുൾ ഗോസ്പലാണ്. അത് ചെയ്യാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം നിയോഗിച്ചിരിക്കുന്ന ഒരു കാലത്തിന്റെ അനിവാര്യതയാണ് എന്ന് മാത്രം മനസ്സിലാക്കുക.